ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജാക്കീസ് നെസ്റ്റ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പണ്ടുകാലം മുതലേ മലബാർ ഏരിയകളിൽ പുതിയാപ്ല സൽക്കാരങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട ഒരു വിഭവമായ കോഴി മുഷ്മനും ടയറു പത്തലുമാണ്. അപ്പോൾ ഈ ഒരു ടയറു പത്തലും കോഴി മുഷ്മനും എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നൊന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ കോഴി മുഷ്മൻ തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കിലോയിൽ താഴെയുള്ള ഒരു മുഴുവൻ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 850-900 ഗ്രാമിന്റെ അടുത്ത് വരും. ഈ ഒരു റെസിപ്പി ചെയ്യാൻ നമുക്ക് ഏറ്റവും നല്ലത് 1 കിലോയിൽ താഴെയുള്ള ചിക്കനാണ്. അതാകുമ്പോൾ എളുപ്പത്തിൽ വെന്ത് കിട്ടും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലോണം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഈ ഒരു മസാല എത്തുന്ന വിധത്തിൽ നല്ലോണം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ച് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. നമ്മൾ ചിക്കനിൽ നല്ലോണം വരകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ വരകൾക്കുള്ളിലൊക്കെ നല്ലോണം ഈ മസാല എത്തുന്ന വിധത്തിൽ മസാല തേച്ച് പിടിപ്പിക്കണം. ഇപ്പം നല്ലോണം മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു മുട്ട വേവിച്ചെടുക്കേണ്ടതുണ്ട്. ഞാനിപ്പോൾ ഇവിടെ മുട്ട വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട സവാളയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 4 വലിയ സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 വലിയ തക്കാളി, 4 പച്ചമുളക്, 1 കൈപ്പിടി മല്ലിയില, 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയുടെ പീസ്, ഒരു മുഴുവൻ വെളുത്തുള്ളി കൂടി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികളായിട്ട് ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 3 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് നല്ലോണം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇത് അധികം അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നല്ലോണം ക്രഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അവിടെ മാറ്റി വെക്കാം. ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ച് പാത്രം ചൂടായി വരുമ്പോൾ അതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ചിക്കൻ്റെ മേൽഭാഗം മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുക്കണം. വെന്ത് വരേണ്ട ആവശ്യമില്ല. നമ്മൾ ചിക്കൻ പിന്നീട് മസാലയിലിട്ട് വേവിച്ചെടുക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഈ ചിക്കൻ്റെ എല്ലാ ഭാഗവും ഒന്ന് ഫ്രൈ ചെയ്ത് വരുന്ന വിധത്തിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഈ ചിക്കൻ നമ്മളിപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാൻ. ഇപ്പം നമ്മുടെ ചിക്കൻ്റെ എല്ലാ ഭാഗവും ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഈ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി ഈ ബാക്കിയുള്ള എണ്ണയിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുള്ളത്. ഉപ്പ് നിങ്ങളെ ടേസ്റ്റിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത ശേഷം അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണെങ്കിൽ സവാള പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. നമ്മൾ പാത്രം അടച്ച് വെച്ച് ഇങ്ങനെ സവാള വേവിച്ചെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം സവാള വേവിച്ചെടുക്കാൻ. മാത്രമല്ല പാത്രം ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കി സവാള ഒന്ന് ഇടയ്ക്ക് മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ സവാള കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഞാനിപ്പോൾ ഇവിടെ പാത്രം അടച്ച് വെച്ച് സവാള നല്ലോണം വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ ആ പച്ച മണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം.
ഇപ്പൊ ഇതിന്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ വറുത്ത് പൊടിച്ചിട്ടുള്ള ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. മസാലയൊക്കെ ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത ശേഷം തക്കാളി വേവാൻ വേണ്ടി നമുക്ക് പാത്രം അടച്ചു വെച്ച് കൊടുക്കാം. രണ്ട് മിനിറ്റ് പാത്രം അടച്ചു വെച്ചതിന് ശേഷം പാത്രം തുറന്നു നോക്കിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ തക്കാളി ഒക്കെ നല്ലോണം വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയിലയും 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു മസാലയുടെ ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു മസാലയിൽ നിന്നും 1 ടേബിൾ സ്പൂൺ മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട വെച്ച് കൊടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ മസാല കൂടി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് തുന്നിയെടുക്കണം. സൂചിയും നൂലോ അല്ലെങ്കിൽ ഈർക്കിലോ വെച്ചിട്ട് നമുക്കിതൊന്ന് തുന്നിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇത് നല്ലോണം തുന്നിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കാലും കഴിയൊക്കെ നല്ലോണം ഒന്ന് കെട്ടിക്കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ മസാലയിലിട്ട് ഇത് വേവിച്ചെടുക്കുമ്പോൾ കാലൊക്കെ വിട്ട് വരും. ഇനി നമ്മുടെ മസാലയിലേക്ക് 1/2 കപ്പ് തിളച്ച വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മളെ ചിക്കൻ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഈ ചിക്കൻ ഇതിലേക്ക് വെച്ച ശേഷം ചിക്കൻ്റെ മുകളിലും എല്ലാ ഭാഗത്തും മസാല നല്ലോണം ഒന്ന് കോരി ഒഴിച്ചു കൊടുക്കുക. ചിക്കനിൽ എല്ലാ ഭാഗത്തും മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മസാല കോരി ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് പാത്രം അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് ഈ ചിക്കൻ വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് പാത്രം തുറന്ന് ചിക്കൻ തിരിച്ചും മറിച്ചും വെച്ചു കൊടുക്കണം. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഗ്രേവിയൊക്കെ ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫാക്കി അവിടെ മാറ്റി വെക്കാം. ഇനി കോഴി മുഷ്മൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഞാനിവിടെ ടയർ പത്തിലാണ് തയ്യാറാക്കുന്നത്. ഈ ടയർ പത്തിൽ തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഫ്ലെയിം ഓൺ ചെയ്ത ശേഷം ഒരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ടയർ പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക തരം ചട്ടിയാണിത്. ചട്ടി നല്ലോണം ചൂടാകുമ്പോഴേക്കും നമുക്ക് പത്തിൽ പരത്തിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ പുഴുക്കലരി 5-8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം ഗ്രൈൻഡറിലിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് അരച്ചെടുത്ത് നല്ലോണം ആറ്റിയെടുത്തതാണ്. ഇനി ഇത് വാഴയിലയിൽ പരത്തിയെടുക്കാം. ഇത് നല്ലോണം ഒന്ന് ബോളാക്കിയ ശേഷം വാഴയിലയിൽ വെച്ച് കൈകൊണ്ട് നല്ലോണം ഒന്ന് പരത്തിയെടുക്കാം. അധികം കട്ടി കുറക്കേണ്ട ആവശ്യമില്ല. ഒരു അത്യാവശ്യം കട്ടിയിൽ തന്നെയാണ് ഈ ഒരു പത്തിൽ പരത്തിയെടുക്കേണ്ടത്. ഈ ഒരു കട്ടിയിൽ വേണം പരത്തിയെടുക്കാൻ. ഇനി ഇതിൻ്റെ മുകളിൽ വേറൊരു ഇല വെച്ച് കൊടുക്കാം. ഇങ്ങനെ എല്ലാ പത്തിലും പരത്തിയെടുക്കാം. ഒരു ട്രിപ്പിന് 3 പത്തല വരെ ഈ ഒരു ചട്ടിയിൽ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. ഒരു പത്തിൽ മാത്രം ചുട്ടെടുക്കാൻ പറ്റുന്ന ചട്ടിയും നമുക്ക് വാങ്ങാൻ കിട്ടും. ഞാനിപ്പം 3 പത്തൽ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളെ ചട്ടി നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്.
നല്ലോണം ചൂടായിട്ടുള്ള ചട്ടിയിൽ വേണം നമ്മൾ ഈ പത്തില് വെച്ചു കൊടുക്കാൻ. ഞാനിവിടെ 3 പത്തിലും ഈ ചട്ടിയിൽ വെച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ പത്തിൽ നമുക്ക് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇടയ്ക്കിടെ പത്തിൽ ഇങ്ങനെ തിരിച്ചും മറിച്ചും വെച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ പത്തിൽ ഉള്ളു വേവാതെ പുറം കരിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. അത് മാത്രമല്ല പുറമെ നല്ല കട്ടിയായി പോകാനും സാധ്യതയുണ്ട്. നല്ല സോഫ്റ്റ് പത്തിലായി കിട്ടണമെങ്കിൽ ഇടയ്ക്കിടെ ഇതിങ്ങനെ തിരിച്ചും മറിച്ചും വെച്ചു കൊടുക്കണം. അതുപോലെ ഫ്ലെയിം ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല. ഫ്ലെയിം കൂട്ടി വെച്ചാൽ പത്തിലിന്റെ പുറം ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും. നമ്മുടെ പത്തിൽ ഇവിടെ ഏകദേശം വെന്ത് വരാനായിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പൊ ഇവിടെ ഒരു പത്തിലിന്റെ ഇല കരിഞ്ഞു പോയത് കൊണ്ട് അതിന്റെ ഇല ഞാൻ മാറ്റി അത് ചട്ടിയിൽ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ ചട്ടിയിൽ വെച്ച് വേവിച്ചെടുക്കാം. ഒരു മരത്തിന്റെ തവി ഉണ്ടെങ്കിൽ അതെടുത്ത് പത്തിലിന്റെ മുകളിൽ ഇതിങ്ങനെ ഒന്ന് പ്രസ് ചെയ്യാതെ ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പത്തിൽ നല്ല സോഫ്റ്റായി കിട്ടും. ഇപ്പം പത്തിൽ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ സൈഡ് ഭാഗമൊക്കെ വേവാൻ വേണ്ടി ഒരു മരത്തിന്റെ തവി വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത് ബാക്കിയുള്ള പത്തിൽ നമ്മൾ തിരിച്ചു മറിച്ചു ഇട്ട് കൊടുക്കാൻ മറക്കരുത്. ഓവറായിട്ട് പ്രസ് ചെയ്യാതെ വേണം ഇതിങ്ങനെ ആക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ പത്തിൽ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. ഇപ്പം നമ്മൾ പത്തിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് തേങ്ങാപ്പാൽ പുരട്ടിയെടുക്കാം. 1/2 കപ്പ് തേങ്ങയിലേക്ക് 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് നല്ലോണം തേങ്ങാപ്പാലാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്കാണ് നമ്മൾ പത്തിലിട്ട് കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ നല്ലോണം തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പത്തിലേക്ക് ആവശ്യമാണെങ്കിൽ ഒരല്പം പശു നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കോഴി മുഷ്മൻ സെർവ് ചെയ്യാം. ഈ ചിക്കന്റെ കാലിന്റെയും കൈയിന്റെയും ഭാഗത്തൊക്കെ കെട്ടിയിട്ടുള്ള നൂല് കൊണ്ടുള്ള ആ കെട്ട് ഞാൻ അയച്ചു മാറ്റിയിട്ടുണ്ട്. ഈ ഒരു കോഴി മുഷ്മൻ നമുക്ക് പാർട്ടികളിലൊക്കെ വിളമ്പാൻ പറ്റിയ ഒരു ഡിഷാണ്. ഇനി നമുക്ക് ഈ ചിക്കന്റെ തുന്നിയിട്ടുള്ള ആ നൂല് നമുക്കൊന്ന് അഴിച്ചു മാറ്റണം. ഇനി കോഴി മുഷ്മന്റെ മുകളിൽ അല്പം മല്ലിയില വിതറിയിട്ട് നമുക്കിത് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കനാണ്. ഇതിന്റെ ചിക്കൻ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. നമ്മൾ മസാലയിലൊക്കെ നല്ലോണം പൊതിഞ്ഞ് വെന്തിട്ടുള്ള ചിക്കൻ ആയതുകൊണ്ട് തന്നെ ചിക്കൻ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഈ ഒരു ചിക്കൻ ഇതുവരെ കഴിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ടയർ പത്തിലും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അതോടൊപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. മറ്റൊരു വെറൈറ്റി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.